എപ്പോഴൊക്കെ പ്രോസ്റ്റേറ്റിനെ ബയോപ്സി എടുക്കേണ്ടതുണ്ട്? പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കുന്നതിൻ്റെ ഡിസിഷൻ PSA എന്നുള്ള വാല്യൂ കൊണ്ട് മാത്രമല്ല, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും. നമ്മൾ വിരൽ കൊണ്ട് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ പ്രതലം ഒന്ന് പരിശോധിക്കാറുണ്ട്. അതിൽ അബ്നോർമൽ ആയിട്ടുള്ള ഫീലിംഗ്, ഹാർഡ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കേണ്ടതാണ്. ഈവൻ PSA കുറഞ്ഞാൽ നമ്മൾ ബയോപ്സി എടുക്കേണ്ടതുണ്ട് ആ സിറ്റുവേഷനിൽ. ഇനി നമുക്കൊരു സംശയം തോന്നുന്നു, PSA കുറച്ച് ഹൈ ആണ്, PSA കുറയുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൾട്ടി പാരാമെട്രിക് MRI എന്നുള്ളൊരു മെത്തേഡ് ചെയ്ത് നോക്കാറുണ്ട്. മൾട്ടി പാരാമെട്രിക് MRI എടുത്താൽ നമുക്കതിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ലീഷൻസ് ഉണ്ടോ എന്നുള്ളത് ഈ റേഡിയോളജിസ്റ്റിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ പ്രോസ്റ്റേറ്റിനെ തന്നെ ഡിവൈഡ് ചെയ്യും. പൈറാഡ്സ് എന്നുള്ളൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. പൈറാഡ്സ് 1, 2, 3, 4, 5 എന്ന് ഡിവൈഡ് ചെയ്യും. ഇതിൽ 4 and 5 സ്കോർ വന്നാൽ നിർബന്ധമായിട്ടും പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കേണ്ടതാണ്. പൈറാഡ്സ് 3 എന്നുള്ള സ്കോർ വന്നാൽ നമ്മൾ ബയോപ്സി എടുക്കണോ വേണ്ടേ എന്നുള്ളത് ക്ലിനിക്കൽ സിനാരിയോയും കൂടി ഡിപ്പെൻഡ് ചെയ്ത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. PSA കൂടുതലാണ് ആയിട്ട് മാത്രം വരുന്ന രോഗികൾ, ക്ലിനിക്കലി നമുക്ക് സസ്പീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു റീസെൻറ്റ് ഇൻഫെക്ഷനൊക്കെ ഉള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഡു ഈസ് ദാറ്റ് ഐ ഗിവ് ഒരു ആൻറ്റിബയോട്ടിക് തെറാപ്പി ഫോർ 2 weeks. എന്നിട്ട് നമുക്കൊരു 1 month കഴിഞ്ഞിട്ട് PSA വീണ്ടും റീചെക്ക് ചെയ്ത് നോക്കിയിട്ട് PSA താഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ MRI പ്രോസ്റ്റേറ്റ് എടുത്ത് നോക്കി അതിനുശേഷം ബയോപ്സി വേണോ വേണ്ടയോ തീരുമാനിക്കുന്നു. ഇങ്ങനെയാണ് പ്രോസ്റ്റേറ്റ് ബയോപ്സി വേണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്.